അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസും ആവാറായി. എന്താ പരിപാടി? സ്റ്റൂ ഒക്കെ നമുക്ക് തയ്യാറാക്കണ്ടേ? അടിപൊളി സ്റ്റൂ കണ്ടു നോക്കിയാലോ? കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 2 ബേ ലീവ്സ്, ഈ ഒരു അളവിൽ പട്ട, 3 ഗ്രാമ്പൂ, 1 സ്റ്റാർ, പിന്നെ 3 ഏല. ഇനി ഹോൾ ഗരം മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതായത് അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. ഇതിലോട്ട് 1 സവാള ചേർത്തെടുക്കുക. ഒരു വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ 1 മതിയാക്കും. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 ചേർക്കണേ. ഇതുപോലെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തെടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കരിവേപ്പിലയും കൂടി ചേർത്തെടുക്കുക. ഈ ഒരു സ്റ്റേജ് എത്തിയതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന 3/4 കിലോ എല്ലോട് കൂടിയുള്ള ചിക്കൻ ചേർത്തെടുക്കുക. ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ചിക്കൻ്റെ കളർ മാറിയിട്ട് ഒരു വൈറ്റ് കളർ ആകുന്നവരെ വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ഒരു ഇടത്തരം ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ചേർത്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തെടുക്കുക. ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം 2ാം പാൽ ചേർത്തെടുക്കുക. 1.5 കപ്പ് 2ാം പാലാണ് ചേർക്കുന്നത്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 15 മുതൽ 20 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനും പൊട്ടറ്റോയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം 1/2 കപ്പ് 1ാം പാൽ ചേർത്തെടുക്കുക. 1ാം പാൽ ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി താളിച്ചും കൂടി ചേർക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യിൽ ചെറിയ ഉള്ളി, അണ്ടിപ്പരിപ്പ്, കരിവേപ്പില ഇവയെല്ലാം കൂടി മൂപ്പിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദേറിയ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. പാലപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബ്രെഡ് ഇതുപോലെ സ്റ്റീം ചെയ്തതിൻ്റെ കൂടെയോ നമുക്ക് സെർവ് ചെയ്യാം. ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും മെറി ക്രിസ്മസ്. താങ്ക്